എല്ലാവർക്കും ഒരിക്കൽ കൂടി പൊന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു മരച്ചീനി പായസമായി എത്തിയിരുന്നു. ഇന്നിതാ വീണ്ടും ഞാൻ മരച്ചീനിയുടെ ഒരു ഐറ്റവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, മരച്ചീനി കൊണ്ട് നമുക്കൊരു ദോശ ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യമായി കുറച്ച് മാവ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതിൽ എന്തൊക്കെ ആഡ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അരി എന്ന് പറയുന്നത് പകുതി പച്ചരിയും കുറച്ച് ചാക്കരിയുമാണ്. 1/2 കപ്പ് ഉഴുന്ന്, 1/2 കപ്പ് സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തുവരപ്പരിപ്പ്, 1 സ്പൂൺ ഉലുവ എന്നിവയാണ് ഈ മാവിൽ ചേർത്ത് അരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത്, ഞാൻ ഒരു മീഡിയം സൈസുള്ള മരച്ചീനിയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ കായപ്പൊടി, 10 വറ്റൽ മുളക്, കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. കാരണം ശരീരത്തിന് കല്ലുപ്പാണ് ഏറ്റവും നല്ലത്. കറിവേപ്പില. ഇത്രയും ഐറ്റങ്ങളാണ് നമുക്ക് മരച്ചീനി ദോശയ്ക്ക് വേണ്ടത്. അപ്പോൾ ഓൾറെഡി ഞാൻ അരച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ബാക്കിയുള്ള ഐറ്റങ്ങളെല്ലാം, കറിവേപ്പില ഒഴികെ ബാക്കി എല്ലാ ഐറ്റങ്ങളും നമുക്ക് കുറേശ്ശെ അരച്ചെടുക്കാം. കാരണം ഇത്രയും ഒത്തു ജാറിൽ അരയ്ക്കാൻ പറ്റത്തില്ല. ആദ്യം മുളകും കുറച്ച് മരച്ചീനി അരയ്ക്കാം. അതിന് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. അപ്പം മാവിടെ തയ്യാറായിട്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഈ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കല്ല് ചൂടായിരിക്കുകയാണ്. നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം. മാവ് ഒഴിക്കാം. നമുക്കിതിനെ ഒന്ന് അടച്ചു വെക്കാം വേഗം. നമുക്ക് വെന്തോ നോക്കാം. വെന്തിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് മറിച്ചിട്ട് വേവിക്കാം. നന്നായിട്ടൊന്ന് മുരിഞ്ഞോട്ടെ. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമ്മൾ ദോശ റെഡി ആയിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റാം. മരച്ചീനി ദോശ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.